പ്രിയപ്പെട്ട സേവ്യറെ മഞ്ജു, ഇത്രയും തിരുസ്വരൂപങ്ങൾ, അവർ ലേഡി ഓഫ് ബസവനഗറിന്റെ തിരുസ്വരൂപങ്ങൾ ഈ ഇടവകയിലെ ഓരോ കുടുംബങ്ങൾക്കും കൊടുക്കാൻ, അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ, അതിൻ്റെ ഒരു 2.25 ലക്ഷം രൂപ സ്പോൺസർ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ച കാര്യം എന്താണെന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയുന്നത് നല്ലതാണല്ലോ. ആക്ച്വലി 2 പ്രധാന കാരണങ്ങളാണ് എന്നെ സംബന്ധിച്ചുള്ളത്. ഒന്ന്, ഫസ്റ്റ് സൈറ്റാന് ഹാർട്ട് അറ്റാക്ക് വന്നൊരു പ്രത്യേക വളരെ വിഷമം നിറഞ്ഞൊരു സാഹചര്യത്തിൽ ഒരു ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ അച്ഛൻ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു. മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാന്നല്ലാതെ എനിക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. സൈറ്റാനോട് ഷെയർ ചെയ്യാനും പറ്റാത്ത ഒരു പ്രത്യേക സിറ്റുവേഷൻ. അന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു ആ ഒരു രാത്രി കൊണ്ട് തന്നെ ആ ഇൻഫെക്ഷൻ മാറും, പിന്നീടുള്ള പ്രൊസീജിയറുകൾ ചെയ്യാനും ഇത് മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം കൊണ്ട് മാത്രം നടന്നതാണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്, എൻ്റെ ഒഫീഷ്യൽ ലൈഫിൽ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെ, ഒരു തരത്തിൽ പറഞ്ഞാൽ ചില സാഹചര്യത്തിൽ മറ്റുള്ളവരാൽ ചീറ്റ് ചെയ്യപ്പെട്ടോ എന്ന് പോലും എനിക്ക് സംശയിക്കുന്നതായ ഒരു സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ജോലിനെ കുറിച്ച് തന്നെയുള്ള പല ടെൻഷനുകളും അത്ര പോലും ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോൾ പോലും എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിൽ പ്രമോഷനോട് കൂടി തന്നെ ഒരു വിജയം മാതാവ് തന്നു എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇപ്പോഴും അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത് അതിജീവിക്കാൻ എനിക്ക് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് മാത്രമാണ് ഒരു ശക്തിയും തോന്നുന്നു. പിന്നെ അന്ന് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ദിവസം അച്ഛൻ ആഷറിനോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. പേടിക്കണ്ടെന്ന് പറഞ്ഞോളൂ, അമ്മയോട് എല്ലാം മാതാവ് നടത്തി തരുന്നു. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു വളരെ അത്ഭുതകരമായിട്ട് എന്നെ വളരെ അടുത്തറിയാവുന്ന ഒരു ഇൻ്റർവ്യൂ പാനലിൽ വരാനും അതിലെനിക്ക് കിട്ടാനൊക്കെ സാധിച്ചത് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ടാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അന്ന് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന്. അപ്പം എനിക്ക് തോന്നി അത് ചിലപ്പോൾ ഒരു നിയോഗമായിരിക്കും, അപ്പോൾ നമ്മൾ തന്നെ അത് ചെയ്യാം. എല്ലാ വീട്ടിലും മാതാവ് ബസവനഗറമ്മ ഇങ്ങനെ ഇരുന്ന് അനുഗ്രഹിക്കട്ടെ, ഈ ഇടവകയിൽ ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചു. ഞങ്ങളൊരു നിയോഗം പോലെ ആക്ച്വലി ഞാനത് എല്ലാ വീടുകളിലേക്കും കൊടുക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി ഓരോ കൊന്ത ചൊല്ലി കൊടുക്കണമെന്ന് വിചാരിച്ചു. എത്രത്തോളം സാധിച്ചു എന്നറിയില്ല. ഞാനും ആഷറും കൊന്ത ചൊല്ലുണ്ടായിരുന്നു ഓരോ വീടുകളെ സമർപ്പിച്ച്. പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് ഒരു 10 നന്മ ചോറിയെങ്കിലും ഒരു കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. ആഷറും ചൊല്ലിയിട്ടില്ലേ പ്രത്യേകം. അപ്പൊ താങ്ക് യു സോ മച്ച് ബസവനഗർ അമ്മ, നിങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചതിന് അമ്മയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈശോയുടെ പ്രത്യേകമായ കൃപാവരങ്ങൾ ഒഴുകുന്ന കുടുംബമായും ഇടവകയായിട്ടും ഇതിലേക്ക് കടന്നു വരുന്നവരെയും അനുഗ്രഹിക്കുന്ന ദേവാലയമായിട്ട് ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൈകളിൽ